ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേരിടേണ്ടി വന്ന വലിയ പരാജയത്തിന് പിന്നാലെ കൂട്ടിയും കുറച്ചും തങ്ങളുടെ വോട്ട് എവിടെ പോയെന്ന് കണ്ടെത്താനുള്ള പരിശ്രമത്തിലാണ് CPM. ആഴത്തിലുള്ള ചിന്തയ്ക്ക് പിന്നാലെ ത്രിപുരയിലും ബംഗാളിലും എന്ന പോലെ കേരളത്തിലും സ്വത്ത് രാഷ്ട്രീയത്തിന്റെ സ്വാധീനം പാർട്ടിയുടെ അടിത്തറ ദുർബലപ്പെടുത്തിയെന്നാണ് കേന്ദ്ര കമ്മിറ്റിയുടെ കണ്ടെത്തൽ. ത്രിപുരയിലും ബംഗാളിലും മാത്രമല്ല, കേരളത്തിലും ജാതിമത സ്വത്ത് രാഷ്ട്രീയം CPMന്റെ പരമ്പരാഗത അടിത്തറയെ കാര്യമായി ബാധിച്ച സാഹചര്യത്തിൽ സ്വത്ത് രാഷ്ട്രീയത്തെ വർഗാധിഷ്ഠിത രാഷ്ട്രീയം അടിസ്ഥാനമാക്കി ചെറുക്കാനുള്ള വഴികൾ കണ്ടെത്തണമെന്ന നിർദ്ദേശവും പാർട്ടി തന്നെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എല്ലാ കാലവും തങ്ങളുടേതെന്ന് അടിയുറച്ച് വിശ്വസിച്ച CPMന്റെ അടിസ്ഥാന വോട്ട് ബാങ്കായ ഈഴവ മേഖലകളിലാണ് ഇത്തവണ വലിയ വോട്ട് ചോർച്ച പ്രകടമായത്. പാർട്ടിയുടെ ഈറ്റില്ലകളെന്ന് വിശേഷിപ്പിച്ച ആലപ്പുഴ, ആറ്റിങ്ങൽ മണ്ഡലങ്ങളിലെ വോട്ടുകൾ BJPയിലേക്ക് പോയതാണ് CPMന് വലിയ തിരിച്ചടിയായത്. ഈ മണ്ഡലങ്ങളിൽ മാത്രമല്ല, മറ്റ് മണ്ഡലങ്ങളിലും സമാന രീതിയിൽ വോട്ട് ചോർച്ച പ്രതിഫലിച്ചെന്നാണ് പാർട്ടി വിലയിരുത്തിയത്. ഇതിന് കാരണമായി കണക്കാക്കുന്നത് BDJSന്റെ ഇടപെടലാണ്. മുസ്ലിം വോട്ടുകൾ കൂട്ടത്തോടെ കോൺഗ്രസിന് അനുകൂലമായി മാറിയതിന് പിന്നിൽ സാമുദായിക സംഘടനകളുടെ സ്വാധീനമെന്നും വിലയിരുത്തുന്നു. സ്വത്ത് രാഷ്ട്രീയ സ്വാധീനത്താൽ പിന്നാക്ക വിഭാഗ വോട്ടുകൾ BJPക്കും ചിലയിടത്ത് കോൺഗ്രസിനും അനുകൂലമായെന്നും കണ്ടെത്തിയിരിക്കുന്നു. ഇവയെല്ലാം ഉൾക്കൊണ്ടും ബോധ്യപ്പെട്ടതിനും പിന്നാലെയാണ് സ്വത്ത് രാഷ്ട്രീയത്തിന്റെ വളർച്ച കേരളത്തിൽ പാർട്ടിയുടെ അടിത്തറ തകർക്കുകയാണെന്ന ഗൗരവപരമായ ആശങ്ക കേന്ദ്ര കമ്മിറ്റി മുന്നോട്ട് വയ്ക്കുന്നത്. ഇതേ കാരണം തന്നെയാണ് ത്രിപുരയിലും ബംഗാളിലും പാർട്ടി പതനത്തിന്റെ കാരണമെന്നാണ് കേന്ദ്ര അവലോകന റിപ്പോർട്ട് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നത്. ത്രിപുരയിലെ ഗോത്ര വിഭാഗങ്ങളായിരുന്നു പാർട്ടിയുടെ എല്ലാ കാലത്തെയും വോട്ട് ബാങ്ക്. ഗോത്ര സമൂഹങ്ങളിൽ ഗോത്ര സ്വത്ത് രാഷ്ട്രീയം സ്വാധീനം നേടിയതോടെ CPMന്റെ അടിത്തറ പാടെ തകരാൻ ഇത് കാരണമായി. ഇനിയൊരു തിരിച്ചുവരവിന് പോലും സാധ്യതയുണ്ടോ എന്ന് സംശയിക്കേണ്ട അവസ്ഥയിലാണ് ത്രിപുരയിൽ ഇപ്പോൾ പാർട്ടി എത്തി നിൽക്കുന്നത്. ബംഗാളിൽ TMCയും BJPയും വിത്ത് പാകിയ ജാതി വംശീയ അധിഷ്ഠിത സ്വത്ത് രാഷ്ട്രീയം സംസ്ഥാനത്ത് പൊതുവിലും വടക്കൻ ബംഗാളിലും പാർട്ടിയെ പാടെ ഇല്ലാതാക്കിയെന്നാണ് കേന്ദ്ര കമ്മിറ്റി അവലോകനത്തിലെ വിലയിരുത്തൽ. സമാന സാഹചര്യം കേരളത്തിലും പ്രകടമായി തുടങ്ങുമ്പോൾ ജാതിമത സ്വത്ത് രാഷ്ട്രീയം പാർട്ടിക്ക് തലവേദന സൃഷ്ടിക്കുമെന്നും ഉചിതമായ ഇടപെടൽ അനിവാര്യമാണെന്നുമാണ് കേന്ദ്ര നേതൃത്വം നൽകുന്ന മുന്നറിയിപ്പ്.